പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ വിഷയത്തിലേക്ക് കടക്കാമല്ലേ? അതെ, തീർച്ചയായും. ഈ സെഷനിൽ നമ്മൾ കോഹോർട്ട് സ്റ്റഡികളിലെ ബയസുകളെയും, അതായത് ബയസ്, പിന്നെ അതിന്റെ പരിമിതികളെയും, ലിമിറ്റേഷൻസ്, ഇതിനെക്കുറിച്ചാണ് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ശരിയാണ്. പ്രത്യേകിച്ച് ഒരു യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഡെന്റൽ വിദ്യാർത്ഥിക്ക് ഇത് പലപ്പോഴും ഒരു സംശയമുള്ള വിഷയമാണ്. അപ്പോൾ നമുക്കിന്നൊന്ന് ഇതൊന്ന് കീറിമുറിച്ചു പരിശോധിച്ച് വളരെ ലളിതമാക്കാൻ ശ്രമിക്കാം. നല്ലൊരു തുടക്കം. ഓക്കെ, അപ്പൊ നമുക്ക് അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ കോഹോർട്ട് സ്റ്റഡി? പലരും ഇതിനെ ഒരുതരം ഡിറ്റക്റ്റീവ് ജോലിയായിട്ടാണ് പറയാറ്. അതെ, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതെ, ഒരു കുറ്റം നടന്നതിന് ശേഷം തുമ്പ് തേടി പോകുന്ന ഒരു ഡിറ്റക്റ്റീവ് അല്ല ഇത്, അല്ലേ? വളരെ നല്ലൊരു താരതമ്യം. നമുക്കിതൊരു ഓട്ടമത്സരത്തിന്റെ ഉദാഹരണത്തിലൂടെ നോക്കാം. ഫിനിഷിംഗ് ലൈനിൽ ആരാണ് ജയിച്ചത് എന്ന് നോക്കുന്നതിന് പകരം നിങ്ങൾ നേരെ സ്റ്റാർട്ടിംഗ് ലൈനിലേക്ക് പോവുകയാണ്. ശരി. അവിടെ രണ്ടു തരം ഓട്ടക്കാരുണ്ട്. ഒരു കൂട്ടർ വലിയ ഭാരമുള്ള ബാഗുകൾ ചുമക്കുന്നു. ഇവരാണ് നമ്മുടെ എക്സ്പോസ്ഡ് ഗ്രൂപ്പ്. ഓക്കെ. മറ്റേ കൂട്ടരുടെ കയ്യിൽ ഒന്നുമില്ല. അവരാണ് അൺഎക്സ്പോസ്ഡ് ഗ്രൂപ്പ്. അപ്പൊ നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടു കൂട്ടരെയും വർഷങ്ങളോളം ഒരു മാരത്തോൺ പോലെ പിന്തുടരുക. എന്നിട്ട് ആർക്കാണ് കൂടുതൽ പരിക്കു പറ്റുന്നത് എന്നൊക്കെ നോക്കുക. അതെ, അതായത് നമ്മളൊരു കാരണത്തിൽ നിന്ന്, കോസിൽ നിന്ന് തുടങ്ങി അതിന്റെ ഫലം, എഫക്റ്റ് എന്തായിരിക്കുമെന്ന് കണ്ടെത്താൻ മുന്നോട്ടു പോകുന്നു. കൃത്യം. ആ മുന്നോട്ടുള്ള യാത്രയാണ് ഈ പഠനത്തിന്റെ കാതൽ. അതുകൊണ്ടാണ് ഇതിനെ പല പേരുകളിൽ വിളിക്കുന്നത്. ഭാവിയെ നിരീക്ഷിക്കുന്നതുകൊണ്ട് പ്രോസ്പെക്റ്റീവ് സ്റ്റഡി. വർഷങ്ങളോളം നീളുന്നതുകൊണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ എന്നും പറയും. അതെ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി. അടിസ്ഥാനപരമായി നമ്മളൊരു പുതിയ രോഗം എങ്ങനെ ഉണ്ടാകുന്നു, അതിന്റെ ഇൻസിഡൻസ് എത്രയാണെന്ന് കണ്ടെത്തുകയാണ്. അതിനാൽ ഇതിനെ ഇൻസിഡൻസ് സ്റ്റഡി എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇത് വളരെ ശക്തമായ തെളിവുകൾ നൽകുന്ന ഒരു പഠന രീതിയാണെന്ന് വ്യക്തം. സ്റ്റാർട്ടിംഗ് ലൈനിൽ നിന്ന് തുടങ്ങുന്നതുകൊണ്ട് എല്ലാം കൃത്യമായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ എനിക്കൊരു സംശയം. ഈ നീണ്ട യാത്രയിൽ എവിടെയൊക്കെയാണ് കാര്യങ്ങൾ പിഴയ്ക്കാൻ സാധ്യത? ഈ ഡിറ്റക്റ്റീവ് സ്റ്റോറിയിൽ വല്ല വില്ലന്മാരും ഉണ്ടോ? തീർച്ചയായും. അതാണ് ബയാസ് അഥവാ പക്ഷപാതം. എത്ര നന്നായി പ്ലാൻ ചെയ്ത പഠനമാണെങ്കിലും അതിനെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള ചില അപകടങ്ങളുണ്ട്. കൊഹോർട്ട് പഠനങ്ങളിൽ പ്രധാനമായും 4 തരം വില്ലന്മാരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആരാണ് ഈ ഒന്നാമത്തെ വില്ലൻ? ആദ്യത്തേത് സെലക്ഷൻ ബയസ്. പേര് പറയുന്നത് പോലെ തന്നെ തുടക്കത്തിൽ ആ സ്റ്റാർട്ടിംഗ് ലൈനിൽ വെച്ച് തന്നെ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിൽ സംഭവിക്കുന്ന പിഴവാണത്. തുടക്കത്തിലെ പിഴവ്. അതെ, നമ്മുടെ 2 ഗ്രൂപ്പുകളും, അതായത് ബാഗ് ചുമക്കുന്നവരും ചുമക്കാത്തവരും, തുടക്കത്തിൽ എല്ലാ കാര്യത്തിലും ഒരുപോലെയായിരിക്കണം. ആകെ വ്യത്യാസം ആ ബാഗ് മാത്രമായിരിക്കണം. അവിടെ പിഴച്ചാൽ പഠനം മൊത്തം പാളി. ഒന്ന് വിശദീകരിക്കാമോ? അതായത് തുടക്കത്തിൽ തന്നെ ഗ്രൂപ്പുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ആ വ്യത്യാസമായിരിക്കാം ഫലത്തിന് കാരണം, അല്ലാതെ നമ്മൾ പഠിക്കുന്ന എക്സ്പോഷർ ആയിരിക്കില്ല എന്നാണോ? അതെ, കൃത്യമായി പറഞ്ഞു. നമ്മുടെ ഓട്ടത്തിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. ഭാരമുള്ള ബാഗ് ചുമക്കാൻ നിങ്ങൾ ആളുകളെ വിളിക്കുന്നു. നല്ല ആരോഗ്യമുള്ളവർ പറയുന്നു, ഇത് ഭയങ്കര പാടാണ്, ഞങ്ങളില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നു. ശരി. എന്നാൽ അത്ര ആരോഗ്യമില്ലാത്ത കുറച്ചുപേർ ആ ജോലി സ്വീകരിക്കുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങളുടെ എക്സ്പോസ്ഡ് ഗ്രൂപ്പിൽ തുടക്കത്തിലെ ആരോഗ്യം കുറഞ്ഞവരാണ്, മറ്റേ ഗ്രൂപ്പില് ആരോഗ്യമുള്ളവരും. അതെ. വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ നോക്കുമ്പോൾ ബാഗ് ചുമന്നവർക്ക് കൂടുതൽ പരിക്കുകൾ പറ്റിയിരിക്കുന്നു. നിങ്ങളൊരു പക്ഷേ നിഗമനത്തിലെത്തും, ബാഗ് ചുമക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. പക്ഷേ യഥാർത്ഥ കാരണം അതായിരുന്നില്ല. അല്ല, യഥാർത്ഥ കാരണം ബാഗ് ആയിരുന്നില്ല. മറിച്ച് ആ ഗ്രൂപ്പിലെ ആളുകളുടെ തുടക്കത്തിലെ മോശം ആരോഗ്യമായിരുന്നു. ഇതാണ് സെലക്ഷൻ ബയാസ്. ആളുകൾ പഠനത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിക്കുന്നത്, അതായത് നോൺ കൺസെന്റ് ബയാസ്. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുന്നത്. അതെ, ഡ്രോപ്പ് ഔട്ട് അല്ലെങ്കിൽ ലോസ് ടു ഫോളോ അപ്പ്. ഇതെല്ലാം ഇതിന് കാരണമാകാം. ശരി. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് ലൈനിൽ വളരെ ശ്രദ്ധിച്ച് 2 ഗ്രൂപ്പുകളെയും ഒരുപോലെ തിരഞ്ഞെടുത്തു എന്ന് വെക്കുക. അതോടെ നമ്മുടെ പഠനം സേഫായോ, അതോ രണ്ടാമത്തെ വില്ലൻ വരുമോ? അതാണ് ഇൻഫർമേഷൻ ബയാസ്. ഇവിടെ പ്രശ്നം തെരഞ്ഞെടുപ്പിലല്ല, മറിച്ച് ആ മാരത്തോണിനിടയിൽ നമ്മൾ ശേഖരിക്കുന്ന വിവരങ്ങളുടെ കൃത്യതയിലാണ്. വിവരങ്ങൾ ശേഖരിക്കുന്നതിലെ പിഴവുകൾ. അതെ, വിവരങ്ങൾ അളക്കുന്നതിലോ രേഖപ്പെടുത്തുന്നതിലോ വരുന്ന പിഴവുകൾ. അതായത് ഗവേഷകന്റെ ഭാഗത്തുനിന്ന് തന്നെ പിഴവുകൾ വരാമെന്നാണോ? വരാം. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഡയഗ്നോസ്റ്റിക് സസ്പിഷൻ ബയാസ്,
ഡയഗ്നോസ്റ്റിക് സസ്പിഷൻ ബയാസ്. അതെന്താണ്? നമ്മുടെ ഓട്ടക്കാരുടെ പരിക്കുകൾ പരിശോധിക്കുന്ന ഡോക്ടർക്ക് ആരാണ് ബാഗ് ചുമക്കുന്നത്, ആരാണ് ചുമക്കാത്തത് എന്ന് മുൻകൂട്ടി അറിയാമെന്ന് കരുതുക. ഓക്കെ. ബാഗ് ചുമക്കുന്ന ഒരാൾ വരുമ്പോൾ ഡോക്ടറുടെ മനസ്സിൽ ഒരു മുൻവിധിയുണ്ടാവാം. ഇയാൾക്ക് എന്തായാലും കാൽമുട്ടിന് പ്രശ്നം കാണും. ശരിയാണ്. അതുകൊണ്ട് അയാൾ കൂടുതൽ ശ്രദ്ധയോടെ ആ കാൽമുട്ട് പരിശോധിക്കുകയും ഒരു ചെറിയ വേദന പോലും വലിയ പരിക്കായി രേഖപ്പെടുത്തുകയും ചെയ്തേക്കാം. പക്ഷെ ബാഗില്ലാത്ത ആൾ വരുമ്പോൾ അത്ര ശ്രദ്ധ കൊടുക്കണമെന്നില്ല. അപ്പോ ഡോക്ടറുടെ മുൻവിധി കാരണം ഡാറ്റ തന്നെ മാറിപ്പോയി. അതെ. അതുപോലെ രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം ശരിയല്ലെങ്കിൽ, അതായത് മെഷർമെന്റ് എറർ ഉണ്ടെങ്കിൽ കിട്ടുന്ന ഡാറ്റ മുഴുവൻ തെറ്റാകും. ഇതെല്ലാം ഇൻഫർമേഷൻ ബയാസാണ്. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം ഗവേഷകൻ പോലും അറിയാതെ അയാളുടെ ചിന്തകൾ പഠനഫലത്തെ സ്വാധീനിച്ചേക്കാം. ഇതുവരെ പറഞ്ഞ പിഴവുകളൊക്കെ ഒരു പരിധിവരെ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം. എന്നാൽ ഗവേഷകൻ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒളിഞ്ഞിരിക്കുന്ന വല്ല അപകടങ്ങളുമുണ്ടോ? ഉണ്ട്. അതാണ് മൂന്നാമത്തെയും ഒരുപക്ഷെ ഏറ്റവും അപകടകാരിയായതുമായ വില്ലൻ, കൺഫൗണ്ടിംഗ് ബയാസ്. കൺഫൗണ്ടിംഗ്? ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് എന്നാണോ? അതെ, അത് തന്നെയാണ് അർത്ഥം. ഇവിടെ ഒരു മൂന്നാമത്തെ ഘടകം, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കൺഫൗണ്ടർ നമ്മുടെ പഠനത്തിൽ നുഴഞ്ഞുകയറി യഥാർത്ഥ കാരണത്തെയും ഫലത്തെയും തമ്മിൽ തെറ്റായി ബന്ധിപ്പിക്കുന്നു. അതായത് കോഴി കൂവുന്നതുകൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നതുപോലെയോ? വളരെ നല്ലൊരു ഉപമ. നമുക്ക് നമ്മുടെ ഓട്ടത്തിന്റെ ഉദാഹരണത്തിലേക്ക് തന്നെ വരാം. നിങ്ങളുടെ പഠനത്തിൽ ബാഗ് ചുമക്കുന്നവർക്ക് കാൽമുട്ടിന് കൂടുതൽ പരിക്കേൽക്കുന്നു എന്ന് നിങ്ങൾ കണ്ടെത്തുന്നു. ഓക്കെ. നിങ്ങൾ ആവേശത്തിലായി. പക്ഷേ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു. ഈ ബാഗ് ചുമക്കുന്ന ജോലിക്ക് വന്നവരിൽ ഭൂരിഭാഗവും പണ്ടത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരായിരുന്നു. അപ്പൊ അവർക്ക് പഴയ പരിക്കുകളുണ്ടാകാം. അതെ, അവർക്ക് കരിയറിന്റെ തുടക്കത്തിലെ കാൽമുട്ടിന് പഴയ പരിക്കുകളുണ്ട്. ഇപ്പോ ആശയക്കുഴപ്പമായില്ലേ? ഇപ്പോഴത്തെ പരിക്കിന് യഥാർത്ഥ കാരണം അവർ ചുമക്കുന്ന ബാഗാണോ അതോ അവരുടെ ആ പഴയ പരിക്കാണോ? ശരിയാണ്, രണ്ടും കാരണമാകാം. ഇവിടെ പഴയ പരിക്ക് എന്ന ഘടകം ഒരു കൺഫൗണ്ടിംഗ് ഫാക്ടറാണ്. കാരണം അത് ബാഗ് ചുമക്കുന്നതുമായും, അതായത് എക്സ്പോഷറുമായും ബന്ധമുണ്ട്. അതുപോലെ കാൽമുട്ടിന് പരിക്കുണ്ടാകുന്നതുമായും ഔട്ട്കമുമായും ബന്ധമുണ്ട്. വളരെ വ്യക്തമായി. അപ്പോൾ ഒരു ബന്ധം കാണുമ്പോൾ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് എപ്പോഴും ചിന്തിക്കണം. ഇനി നാലാമത്തെ ബയസ്, പോസ്റ്റ് ഹോക്ക് ബയസ്. ഇതിനെ ഡേറ്റ ഡ്രെഡ്ജിംഗ് എന്നും പറയും. ഡേറ്റയിൽ മീൻ പിടിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അതെന്താ അങ്ങനെ? ഇതൊരു തരം സത്യസന്ധമല്ലാത്ത ഗവേഷണ രീതിയാണ്. നിങ്ങളൊരു പ്രത്യേക ഹൈപ്പോത്തസിസ്, ഒരു ചോദ്യം മനസ്സിൽ വെച്ചാണ് പഠനം തുടങ്ങിയത്. ഉദാഹരണത്തിന്, ബാഗ് ചുമക്കുന്നത് കാൽമുട്ടു വേദനയ്ക്ക് കാരണമാകുന്നുണ്ടോ? ശരി. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ആ ബന്ധം തെളിയിക്കാൻ പറ്റിയില്ല. പഠനം പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കുന്നതിന് പകരം നിങ്ങൾ കയ്യിലുള്ള 5000 കണക്കിന് ഡേറ്റയിലൂടെ വെറുതെ പരതുന്നു. ഏതെങ്കിലും ഒരു ബന്ധം കണ്ടെത്താൻ വേണ്ടി. അതെ, അങ്ങനെ നിങ്ങളൊരു കണ്ടുപിടുത്തം നടത്തുന്നു. ബാഗ് ചുമക്കുന്ന നീല ഷൂലേസിട്ട 40 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ചെവിവേദനയുണ്ടായി. ഇതിന് യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഉണ്ടാകില്ല. ഇത് ഡേറ്റയെ പീഡിപ്പിച്ച് ഒരു കുറ്റസമ്മതം നടത്തിക്കുന്നതുപോലെയാണ്. ഓക്കെ, അപ്പോ സെലക്ഷൻ, ഇൻഫർമേഷൻ, കൺഫൗണ്ടിംഗ്, പോസ്റ്റ് ഹോക്ക്, 4 വലിയ അപകടങ്ങൾ. ഇത്രയും പ്രശ്നങ്ങളുള്ള, ഇത്രയും ചെലവുള്ള ഈ പഠനം പിന്നെ എന്തിനാണ് നമ്മൾ നടത്തുന്നത്? എന്താണ് ഇതിന്റെ യഥാർത്ഥ ശക്തി? നല്ല ചോദ്യമാണ്. ഈ മാരത്തൺ ഓട്ടത്തിന് അതിൻ്റേതായ വലിയ പ്രതിഫലങ്ങളുണ്ട്. ഒന്നാമതായി, ഒരു രോഗം വരാനുള്ള യഥാർത്ഥ സാധ്യത, അതായത് ഇൻസിഡൻസ്, റിലേറ്റീവ് റിസ്ക് എന്നിവയൊക്കെ കൃത്യമായി കണക്കാക്കാൻ കോഹോർട്ട് സ്റ്റഡിയിലൂടെ മാത്രമേ സാധിക്കൂ. യഥാർത്ഥ റിസ്ക് അറിയാൻ പറ്റും. അതെ, ഒരു അപകടസാധ്യതയുള്ള ഗ്രൂപ്പിൽ രോഗം വരാൻ എത്ര മടങ്ങ് സാധ്യതയുണ്ടെന്ന് ഇത് നമുക്ക് കാട്ടിത്തരും. രണ്ടാമതായി, ഒരൊറ്റ എക്സ്പോഷർ പലതരം രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ എന്ന് ഒരേ പഠനത്തിൽ പരിശോധിക്കാം. ഒരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. പുകവലി എന്ന ഒരൊറ്റ ശീലം, അത് ശ്വാസകോശാർബുദം, ഹൃദ്രോഗം, വായിലെ ക്യാൻസർ, ഇങ്ങനെ പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ടോ എന്ന് പുകവലിക്കുന്നവരുടെ ഒരു കോഹോർട്ടിനെ പിന്തുടർന്നാൽ നമുക്ക് ഒരേ സമയം മനസ്സിലാക്കാം. പിന്നെ കാരണം ഫലത്തിനു മുമ്പാണ് സംഭവിക്കുന്നതെന്ന് ഉറപ്പിക്കാമെന്നതും ഒരു വലിയ നേട്ടമല്ലേ? അതെ, അതാണ് മൂന്നാമത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഗുണം. ടെമ്പറാലിറ്റി അഥവാ കാലക്രമം സ്ഥാപിക്കാൻ ഇതിന് കഴിയും. അതെങ്ങനെയാണ്? നമ്മൾ എക്സ്പോഷർ ഉള്ളവരെ രോഗം വരുന്നതിന് മുൻപ് മുതൽ നിരീക്ഷിക്കുകയാണല്ലോ. അതുകൊണ്ട് കാരണം,
അതായത് പുകവലി രോഗത്തിന്, അതായത് ക്യാൻസറിന് മുമ്പാണ് സംഭവിച്ചതെന്ന് നമുക്ക് 100% ഉറപ്പിക്കാം. അതെ, കാരണം ഫലം ബന്ധം സ്ഥാപിക്കാൻ വളരെ പ്രധാനമാണ്. നിർണായകമാണ്. അവസാനമായി അപൂർവമായ എക്സ്പോഷറുകൾ, റെയർ എക്സ്പോഷേഴ്സ്, പഠിക്കാൻ ഏറ്റവും മികച്ച രീതിയാണിത്. ഉദാഹരണത്തിന്, ഒരു പ്രത്യേക കെമിക്കലുമായി സമ്പർക്കത്തിൽ വരുന്ന ഒരു ഫാക്ടറിയിലെ തൊഴിലാളികൾ. ആ എക്സ്പോഷർ പൊതുസമൂഹത്തിൽ വളരെ അപൂർവമാണ്. അപ്പോൾ ആ തൊഴിലാളികളെ ഒരു കോഹോർട്ടായി എടുത്ത് പഠിക്കുന്നത് എളുപ്പമാണ്. ഇനി നമുക്ക് നാണയത്തിന്റെ മറുവശം നോക്കാം. ഇതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? ചെലവേറിയതാണെന്നും ഒരുപാട് സമയമെടുക്കുമെന്നും നമ്മൾ നേരത്തെ പറഞ്ഞു. അതെ, അതുതന്നെയാണ് പ്രധാന ദോഷങ്ങൾ. 20-30 വർഷം വരെ നീണ്ടുനിൽക്കുന്ന പഠനങ്ങൾക്ക് ഭീമമായ ഫണ്ടും വലിയൊരു ടീമും വേണം. രണ്ടാമതായി, അപൂർവ രോഗങ്ങൾ, റെയർ ഡിസീസസ്, പഠിക്കാൻ ഇതൊട്ടും അനുയോജ്യമല്ല. അതെന്തുകൊണ്ടാണ്? 100,000 ഒരാൾക്ക് വരുന്ന ഒരു രോഗം പഠിക്കാൻ നിങ്ങൾ 1 കോടി ആളുകളെ വർഷങ്ങളോളം പിന്തുടരേണ്ടി വരും. അത് പ്രായോഗികമല്ല. പിന്നെ പഠനത്തിനിടയ്ക്ക് ആളുകൾ കൊഴിഞ്ഞു പോകുന്നതോ? അതുമൊരു വലിയ പ്രശ്നമല്ലേ? തീർച്ചയായും. അതാണ് മൂന്നാമത്തെ വലിയ പ്രശ്നം. ലോസ്റ്റ് ഫോളോ അപ്പ് അല്ലെങ്കിൽ അട്രിഷൻ. പ്രശ്നം ആളുകൾ പോകുന്നു എന്നത് മാത്രമല്ല, ആരാണ് പോകുന്നതെന്നതാണ്. അതെങ്ങനെയാണ് ഫലത്തെ ബാധിക്കുന്നത്? പുകവലിയെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ പുകവലി നിർത്തിയ ആരോഗ്യമുള്ളവരെല്ലാം ഞങ്ങൾക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് പിന്മാറിയാൽ ബാക്കിയുള്ള ഗ്രൂപ്പിൽ രോഗികളായ പുകവലിക്കാർ മാത്രമാകും. ഇത് ഫലത്തെ പൂർണ്ണമായും തെറ്റിക്കും. ശരിയാണ്. അതുപോലെ 20 വർഷം മുൻപുള്ള ക്യാൻസർ ഡയഗ്നോസിസ് രീതികളല്ല ഇന്നുള്ളത്. പഠനത്തിനിടയ്ക്ക് ഈ രീതികൾ മാറുന്നത് ഫലങ്ങളെ ബാധിക്കാം. പിന്നെ അവസാനമായി, പഠനത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ ആളുകൾ അവരുടെ സ്വഭാവം മാറ്റിയേക്കാം. ഗവേഷകർ നിരന്തരം വിളിച്ചു ചോദിക്കുമ്പോൾ ഒരുപക്ഷെ പുകവലി നിർത്താൻ തോന്നിയേക്കാം. അതെ, അതും ഫലങ്ങളെ ബാധിക്കാം. കോഹോർട്ട് പഠനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും താരതമ്യം ചെയ്യുന്ന ഒന്നാണ് കേസ് കൺട്രോൾ സ്റ്റഡി. രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഒരു വിദ്യാർത്ഥിക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ എങ്ങനെ പറയാം? നമുക്ക് പോയിന്റ് ബൈ പോയിന്റായി നോക്കാം. 1. തുടങ്ങുന്നത്, സ്റ്റാർട്ടിംഗ് പോയിന്റ്. കോഹോർട്ട് പഠനം തുടങ്ങുന്നത് എക്സ്പോഷർ ഉള്ളവരിൽ നിന്നും ഇല്ലാത്തവരിൽ നിന്നുമാണ്. എന്നാൽ കേസ് കൺട്രോൾ രോഗമുള്ളവരിൽ നിന്നും ഇല്ലാത്തവരിൽ നിന്നും തുടങ്ങുന്നു. അതെ. 2. ദിശ, ഡയറക്ഷൻ. കോഹോർട്ട് മുന്നോട്ടു പോകുന്നു, കോസ് ടു എഫക്റ്റ്. കേസ് കൺട്രോൾ പിന്നോട്ടു പോകുന്നു, എഫക്റ്റ് ടു കോസ്. ശരി. മൂന്നാമത്തത് ചെലവും സമയവും. കേസ് കൺട്രോൾ വളരെ വേഗത്തിൽ തീരും, ചെലവും കുറവാണ്, മാസങ്ങൾക്കുള്ളിൽ ഫലം കിട്ടും. കോഹോർട്ടാകട്ടെ ഭയങ്കര ചെലവും സമയവുമാണ്. പിന്നെ ഏത് സാഹചര്യത്തിലാണ് ഏത് പഠനം നല്ലത് എന്നതിലും വ്യത്യാസമുണ്ടല്ലോ. ഉണ്ട്. കോഹോർട്ട് അപൂർവ എക്സ്പോഷറുകൾക്ക് നല്ലതാണ്. എന്നാൽ കേസ് കൺട്രോൾ അപൂർവ രോഗങ്ങൾ, റെയർ ഡിസീസസ് പഠിക്കാൻ ഏറ്റവും മികച്ചതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം കണക്കുകൂട്ടലിലല്ലേ? അതെ, അതാണ് ഏറ്റവും പ്രധാനം. കേസ് കൺട്രോളിൽ നമുക്ക് യഥാർത്ഥ റിസ്ക് കണക്കാക്കാൻ കഴിയില്ല. കാരണം നമ്മൾ രോഗമുള്ളവരെ മനഃപൂർവ്വം തിരഞ്ഞെടുക്കുകയാണ്. പകരം നമ്മൾ ഓഡ്സ് റേഷ്യോ ആണ് കണക്കാക്കുന്നത്. അത് റിസ്കിന്റെ ഒരു ഏകദേശ രൂപം തരും. എന്നാൽ കോഹോർട്ടിലോ? കോഹോർട്ട് പഠനത്തിൽ നമുക്ക് രോഗത്തിന്റെ യഥാർത്ഥ സാധ്യതയായ ഇൻസിഡൻസ്, റിലേറ്റീവ് റിസ്ക് എന്നിവയൊക്കെ കൃത്യമായി കണക്കാക്കാൻ സാധിക്കും. ചർച്ച ചെയ്തതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു ഡെന്റൽ വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ വിവരങ്ങൾ എങ്ങനെയാണ് പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയുക? കോഹോർട്ട് സ്റ്റഡി എന്നത് ആരോഗ്യ ഗവേഷണത്തിലെ ഒരു മാരത്തോൺ ഓട്ടമാണ്. അതിന് ക്ഷമയും പണവും ഒരുപാട് ശ്രദ്ധയും വേണം. പക്ഷേ ഫിനിഷിംഗ് ലൈനിലെത്തുമ്പോൾ അത് നൽകുന്ന തെളിവുകൾക്ക് പാറ പോലെ ഉറപ്പുണ്ടാകും. പുകവലി ശ്വാസകോശാർബുദത്തിന് കാരണമാകുന്നു എന്നുപോലും പൊതുജനാരോഗ്യത്തെ മാറ്റിമറിച്ച പല കണ്ടെത്തലുകളും കോഹോർട്ട് പഠനങ്ങളുടെ സംഭാവനയാണ്. അപ്പോൾ ഒരു പഠനത്തിന്റെ ഫലം വായിക്കുമ്പോൾ അത് ഏതു തരം പഠനമാണെന്നറിയേണ്ടത് വളരെ പ്രധാനമാണല്ലേ? തീർച്ചയായും. നിങ്ങളൊരു വിദ്യാർത്ഥി എന്ന നിലയിലും ഭാവിയിൽ ഒരു ഡോക്ടർ എന്ന നിലയിലും ഓർക്കേണ്ട പ്രധാന കാര്യം അതാണ്. ഒരു പഠനത്തിന്റെ തലക്കെട്ട് മാത്രം വായിക്കരുത്. അതിന്റെ രീതിശാസ്ത്രം, മെത്തഡോളജി കൂടി മനസ്സിലാക്കണം. ശരിയാണ്. അടുത്ത തവണ നിങ്ങളൊരു പത്രത്തിലോ ജേണലിലോ ചോക്ലേറ്റ് കഴിക്കുന്നത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കും എന്നൊരു പഠനഫലം കാണുമ്പോൾ ആവേശം കൊള്ളുന്നതിന് മുൻപ് സ്വയം ചോദിക്കുക, ഇത് എങ്ങനെയാണവർ പഠിച്ചത്? ഇത് സ്റ്റാർട്ടിംഗ് ലൈനിൽ നിന്ന് തുടങ്ങിയ ഒരു കൊഹോർട്ട് പഠനമാണോ? അതോ ഫിനിഷിംഗ് ലൈനിൽ നിന്ന് പിന്നോട്ടു പോയൊരു കേസ് കൺട്രോൾ പഠനമാണോ? അതെ. ആ പഠനത്തിൽ വല്ല കൺഫൗണ്ടിംഗ് ബയസും വരാൻ സാധ്യതയുണ്ടോ? ആ ഒരൊറ്റ ചോദ്യം കേൾക്കുന്ന വാർത്തകളെയും വായിക്കുന്ന ഗവേഷണങ്ങളെയും ഒരു വിമർശനാത്മക കണ്ണോടെ കാണാൻ നിങ്ങളെ സഹായിക്കും. അത് നിങ്ങളെ ഒരു നല്ല വിദ്യാർത്ഥി മാത്രമല്ല,
ഒരു മികച്ച ഡോക്ടറുമാക്കി മാറ്റും.